റാഞ്ചിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്കുള്ള ഒരു ട്രെയിൻ യാത്ര. ഒരുപാട് യാത്രക്കാരുള്ള ഈ ട്രെയിനിൽ ഇടയ്ക്ക് വെച്ചൊരു സ്റ്റേഷനിൽ നിന്ന് കുറച്ച് കൊള്ളക്കാരും കയറുന്നു. പിന്നീട് ആ ട്രെയിനിൽ നടക്കുന്ന സംഭവങ്ങൾ ഇന്ത്യൻ സിനിമ തന്നെ കണ്ട ഏറ്റവും മികച്ചൊരു ആക്ഷൻ സിനിമയായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹായ് മുത്തുമണീസ്, നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2024 ജൂലൈയിൽ പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയായ കില്ലിനെ കുറിച്ചാണ്. മികച്ച പ്രേക്ഷക പ്രതികരണവും നിരൂപക പ്രശംസയും നേടിയ ചിത്രം മികച്ച വിജയവുമായി ഒരുപാട് വയലൻസ് രംഗങ്ങൾ ഉള്ളതിനാൽ പ്രായപൂർത്തിയാകാത്തവർ ഈ സിനിമ കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കഥയിലോട്ട് കടക്കാം. സോ വെൽക്കം ബാക്ക് ടു കഥ ഇതുവരെ. കഥയുടെ തുടക്കത്തിൽ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം തിരികെ ക്യാമ്പിലേക്ക് മടങ്ങുന്ന കമാൻഡോസിന്റെ വാഹനങ്ങളെയാണ് കാണിക്കുന്നത്. ഈ ഒരു മിഷന്റെ ഭാഗമായിരുന്നു കേട്ടോ നമ്മുടെ കഥാനായകൻ ക്യാപ്റ്റൻ അമൃത് റാത്തോഡും അവന്റെ ഉറ്റ സുഹൃത്തായ ക്യാപ്റ്റൻ വീരേഷ് ചൗഹാനും. നമുക്കിവരെ റാത്തോഡ് എന്നും വീരു എന്നും വിളിക്കാം. അങ്ങനെ ആയുധങ്ങളെല്ലാം ലോക്കറിൽ തിരിച്ചു കൊടുത്ത് റൂമിലെത്തിയാറ് രണ്ടെണ്ണം അടിക്കാനുള്ള പ്ലാനിലൊക്കെയാണ്. അപ്പോഴാണ് വീരുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. തൂലിക സിംഗ് താക്കൂർ, നമ്മുടെ കഥാനായിക. ഇപ്പൊ റാത്തോഡിന്റെ ഫോൺ ഓണാക്കി നോക്കിയപ്പോഴുണ്ട് ഒരുപാട് മിസ്ഡ് കോളുകളും മെസ്സേജുകളൊക്കെ. തൂലികയുടെ അച്ഛൻ അവളുടെ കല്യാണം നിശ്ചയിച്ചു. നാളെയാണ് എൻഗേജ്മെന്റ്. അവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണ് അച്ഛൻ നടത്താൻ പോകുന്നത്. ഉടനെ എന്തെങ്കിലും ചെയ്യണം, ഇതായിരുന്നു മെസ്സേജ്. പിന്നീട് റാഞ്ചിയിലാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്നാണ് തൂലികയുടെ എൻഗേജ്മെന്റ്. ഓഡിറ്റോറിയത്തിലെത്തിയ തൂലികയോട് റാത്തോടുമായുള്ള ബന്ധം അറിയാവുന്ന അവളുടെ അനിയത്തി അഹാന ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എങ്ങനെയാണ് ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കാൻ പറ്റിയത്? അപ്പോ തൂലികയുടെ മറുപടി, എൻഗേജ്മെന്റ് ആരുമായിട്ട് നടത്തിക്കോട്ടെ, പക്ഷെ ഞാൻ കല്യാണം കഴിക്കുന്നത് റാത്തോടിനെ തന്നെ ആയിരിക്കും. അങ്ങനെ ഇപ്പൊ റിസപ്ഷനും ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് തൂലികയുടെ അച്ഛൻ ബാൽദിയോ സിംഗ് താക്കൂർ. രാജ്യം അറിയപ്പെടുന്ന ഒരു വലിയ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെ ബോസാണ് ഈ താക്കൂർ. അതുകൊണ്ട് തന്നെ പണവും പ്രശസ്തിയും ഒരുപാട് പിടിപാടുകളും ഒക്കെ ഉണ്ടയാൾക്ക്. അങ്ങനെ ഇപ്പൊ ആഘോഷങ്ങൾക്കിടെ തൂലികയുടെ മോതിരം മാറ്റം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് റാത്തോട് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഒളിച്ചോടാനാണ് പ്ലാന്. വീരു വണ്ടിയുമായി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ ആ പ്ലാൻ നടക്കില്ലെന്ന് പറയാണ് തൂലിക. അവൾക്ക് അച്ഛനെ ഭയമാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി കേൾക്കുന്ന ശബ്ദമൊന്നും പടക്കമല്ലട്ടോ, വെടി പൊട്ടിക്കുന്ന ശബ്ദമാണ്. അച്ഛന്റെയും ആളുടെയും കയ്യിൽ ഒരുപാട് തോക്കുകളുണ്ടെന്നും അതുകൊണ്ട് ഈ പ്ലാൻ വർക്കൗട്ട് ആവില്ലെന്നാണ് തൂലിക പറയുന്നത്. ഇപ്പൊ റാത്തോട് ചോദിക്കുന്നുണ്ട്, ഞാനിന്ന് വന്നില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ആത്മഹത്യ ചെയ്യുമായിരുന്നോ? ഇതിന് തൂലികയുടെ മറുപടി എനിക്ക് ഒരുപാട് ഇഷ്ടമായത്, നിന്റെ കൂടെ ജീവിക്കാൻ മരിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം ക്യാപ്റ്റൻ റാത്തോഡ്. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം റാത്തോഡിന് തൂലികയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നാളെ ഉച്ചതിരിഞ്ഞ് ഞങ്ങൾ ഡൽഹിയിലേക്ക് മടങ്ങും. ട്രെയിനിലാണ് യാത്ര. അപ്പോൾ ഇനി ഡൽഹിയിൽ വെച്ച് കാണാം. പിറ്റേ ദിവസം വൈകിട്ട് റാഞ്ചിയിൽ തന്നെയുള്ള ഒരു പെട്രോൾ പമ്പിലാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന രാഘവ് എന്നൊരു ചെറുപ്പക്കാരന് തന്റെ അച്ഛന്റെ ഒരു കോള് വന്നതാണ്. എന്തോ അർജന്റ് കോളാണെന്ന് തോന്നുന്നു. അവൻ ഉടനെ തന്നെ മറ്റൊരാളെ വിളിപ്പിച്ചിട്ട് അവൻ പറയുന്നിടത്തേക്ക് കൊണ്ടുവിടാൻ ആവശ്യപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് ബൈക്കിലിരുന്ന് തന്നെയാണ് അവൻ ഡ്രസ്സൊക്കെ മാറുന്നത്. അവൻ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോയത്. അവൻ ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ കാണാൻ കുറച്ച് വശപ്പിശകുള്ള പന്തികേടുള്ള കുറച്ച് പേര് ആ ട്രെയിനിൽ അവിടെ നിന്ന് കയറി കൂടുന്നുണ്ട്. ട്രെയിനിൽ കയറിയ രാഘവ് ഇപ്പൊ കാർ വെച്ച് കളിക്കുന്ന ഒരു കുട്ടിയൊന്ന് കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട്. നല്ലൊരു ചെറുപ്പക്കാരനല്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ ഇപ്പൊ ചെറുപ്പക്കാര്? ഇപ്പൊ അവന് അവിടെ നിന്ന് അച്ഛന്റെ കോള് വീണ്ടും വരികയാണ്. അച്ഛനും ബന്ധുക്കളും അടുത്തുള്ള ഒരു റെയിൽവേ ക്രോസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 30 മിനിറ്റ് കൊണ്ട് ട്രെയിൻ അവിടെ എത്തും. രാഘവ് ഏത് കോച്ചിലാണ് കയറിയിട്ടുള്ളത് എന്നാണ് പിന്നീട് അച്ഛൻ ചോദിച്ചത്. അപ്പോഴാണ് അവൻ ഒരു പെൺകുട്ടിയെ കാണുന്നത്, തൂലിക. അവളും ഫാമിലിയും ഇതേ ട്രെയിനിൽ തന്നെയാണ് കേട്ടോ ഡൽഹിയിലേക്ക് പോകുന്നത്. ഇപ്പൊ രാഘവ് ഇത് ഏത് കോച്ചാണെന്ന് തൂലികയോട് ചോദിക്കുന്നു. ഏവണെന്ന് അവൾ മറുപടിയും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ ടോയ്ലറ്റിൽ കയറി. എന്തോ തൂലികയെ കണ്ടപാടെ രാഘവന് ക്രഷ് അടിച്ചിട്ടുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. രാഘവ് അവിടെ നിന്ന് മാറിയതിന് പിന്നാലെ ടോയ്ലറ്റിൽ നിന്നും പുറത്തിറങ്ങിയ തൂലികയുടെ മുന്നിലതാ നമ്മുടെ കഥാനായകൻ റാത്തോഡ്. ഡൽഹിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞപ്പോ അവനും വീരും കൂടി ഡൽഹിയിലേക്ക് ഒരുമിച്ച് പോകാമെന്നായി. അവനെ ടോയ്ലറ്റിലേക്ക് തിരിച്ച് അവളെ കയറ്റി അവൻ ഇപ്പൊ അവിടുന്ന് പ്രപ്പോസ് ചെയ്യണേ. വിൽ മാരി മീ? സംശയമൊന്നും വേണ്ട, യെസ് എന്ന് തന്നെയായിരുന്നു അവളുടെ മറുപടി. അവിടെ വെച്ച് എൻഗേജ്മെന്റ് റിംഗ് ഊരി മാറ്റി അവൻ സമ്മാനിച്ച റിംഗ് അവളുടെ വിരലിൽ അണിയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് തങ്ങളുടെ ബോഗികളിൽ തിരിച്ചെത്തിയവരും ചാറ്റ് ചെയ്ത് പുഷ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റാത്തോടിനെയും വീരുവിനെയും കണ്ട സുഹേൽ എന്നൊരു പയ്യനെ ഇവർ ആർമിയുള്ളതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനും ആർമിയിൽ ചേരാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവന്റെ അമ്മക്ക് ഭയമാണ്. സുഹേലിന് ഒരു ഇരട്ട സഹോദരൻ കൂടി ഉണ്ട് കേട്ടോ, ആരിഫ്. ഇതേ സമയം രാഘവിനെ കണ്ട ഒരു റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ അവനെ പരിചയപ്പെടുന്നുണ്ട്. കാൺപൂർ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞാണ് രാഘവ് സ്വയം പരിചയപ്പെടുത്തുന്നത്. അപ്പോഴാണ് ആ പോലീസുകാരന്റെ മകനും അവിടെയാണ് പഠിക്കുന്നതറിഞ്ഞ്. പക്ഷെ അവനെ അങ്ങോട്ട് അത്രയും ദൂരം അയക്കാൻ അയാൾക്ക് പേടിയാണ്. എന്നാൽ ഹോസ്റ്റലും ഭക്ഷണവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രാഘവ് ശരിയാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പെട്ടെന്ന് തന്നെ കമ്പനി ആവാണ്. ഇപ്പൊ ടോയ്ലറ്റിൽ പോകാനായി അങ്ങോട്ടേക്ക് വന്ന അഹാനയെ 2 ടോയ്ലറ്റിൽ ആളുണ്ടെന്ന് പറഞ്ഞ് രാഘവ് തിരിച്ച് അപ്പുറത്തെ സൈഡിലെ ടോയ്ലറ്റിലേക്ക് പറഞ്ഞേക്കുന്നു. അതിന് പിന്നാലെ ട്രെയിനിൽ കയറിയ കുറച്ച് വശപ്പശകൾ ആളുകളെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. അവിടെയൊക്കെ ഫോണുകളിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഉടനെ തന്നെ അവരെല്ലാം ബാഗും എടുത്ത് തയ്യാറാവുകയാണ്.
ഇത് കണ്ട ആ പോലീസുകാരൻ രാഘവനോട് പറയാണ്, ഇവരൊക്കെ എന്തിനാ ഇപ്പൊ തന്നെ എണീക്കുന്നത്? അടുത്ത സ്റ്റേഷനിൽ എത്താൻ ഇനിയും 2 മണിക്കൂറുണ്ട്. ഈ ഒരു സമയം രാഘവിന്റെ ഫോണിലേക്കും വരുന്നുണ്ട് കേട്ടോ ഒരു മെസ്സേജ്. പെട്ടെന്നിപ്പോ തന്റെ ബാഗിൽ നിന്നൊരു കത്തിയെടുത്ത് ആ പോലീസുകാരന്റെ നെറുകതലയിൽ തന്നെ കൊത്തിവെക്കാണ് രാഘവ്. വല്ലത് മനസ്സിലായോ? രാഘവും അവനെ കാത്തിരിക്കുന്ന അച്ഛനും വശപ്പശകുള്ള എല്ലാവരും, ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആണ്. ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് യാത്രക്കാരെ കൊള്ളയടിക്കാൻ വന്ന കൊള്ളക്കാരാണിവർ. മക്കളെ, ഇവിടുന്ന് അങ്ങോട്ട് കഥയുടെ ടെംപ്ലേറ്റ് മാറും കേട്ടോ. ഒരു അന്യായ എക്സ്പീരിയൻസ് ആണ് സിനിമ ഇനി നൽകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചോരപ്പുഴയാണ് ട്രെയിനിൽ ഒഴുകാൻ പോകുന്നത്. അങ്ങനെ ഇപ്പൊ ആ ഗ്യാങ് അവരുടെ കവർച്ചക്കായി തയ്യാറെടുക്കാണ്. ആദ്യഘട്ടം അവർ മൊബൈൽ ക്യാമറകൾ സെറ്റ് ചെയ്ത് എല്ലാ മൊബൈൽ സിഗ്നൽസും കട്ട് ചെയ്യുന്നു. പിന്നീട് ഓരോ ബോഗികളും അവർ ഷട്ടറുകൾ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നീട് അവർ ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്താണ് എല്ലാ യാത്രക്കാരുടെയും കയ്യിലുള്ള പണം, ആഭരണങ്ങൾ, മൊബൈല്, വാച്ച് എന്നിങ്ങനെ എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങളും കവർ ചെയ്യാൻ തുടങ്ങി. ഈ സമയം രാഘവും കൂട്ടാളികളും താക്കൂർ ഫാമിലിയുള്ള ബോഗിയിലാണുള്ളത്. പെട്ടെന്നിപ്പോ തൂലികയെ കാണുന്ന രാഘവ് അവളെ ടീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ശല്യം കൂടിയപ്പോ താക്കൂർ അതിൽ ഇടപെടുന്നു. ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോ നിങ്ങൾ മേടിച്ച പോകുന്നാണോ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല. പോലീസ് നിന്നെ ഒന്നും വെറുതെ വിടില്ലടാ. ഇപ്പൊ ആ ഗ്യാങ്ങിന്റെ കൂടെ തന്നെയുള്ള ഒരു അമ്മാവൻ താക്കൂർ ആരാണെന്നും മറ്റും രാഘവനെ അറിയിക്കുകയാണ്. അത് കേട്ടതോടെ രാഘവന് ഒരു ജാക്ക്പോട്ട് അടിച്ച അവസ്ഥയാണ്. അവനിപ്പോ മറ്റൊരു പ്ലാനും കൂടി തയ്യാറാക്കുകയാണ്. അതായത് താക്കൂറിന്റെ ഫാമിലിയെ കിഡ്നാപ്പ് ചെയ്തിട്ട് അയാളോട് വിലപേശുക. എന്നാൽ ഇത് കേട്ട താക്കൂറിന്റെ ബോഡി ഗാർഡ് രാഘവനെ എതിർത്തതോടെ അയാളുടെ കഥ അവിടെ കഴിഞ്ഞു. കഴുത്തിനിട്ട് ഒറ്റ വിട്ട് തടയാൻ ശ്രമിച്ച താക്കൂറിനും കിട്ടി ഒരെണ്ണം. ശേഷം വീണ്ടും തൂലികയെ ടീസ് ചെയ്യുകയും അവളോടൊപ്പം സെക്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും ആ ബോഗിയിലേക്ക് റാത്തോടും വീരും എത്തുന്നുണ്ട്. പിന്നീട് അവർ 2 പേരും ചേർന്ന് രാഘവനെയും ടീംസിനെയും അടിച്ചു പൊടിക്കാണ്. ഇതിനിടയിൽ തൂലികയുടെ അമ്മയെ ഉപദ്രവിച്ച ആ ഒരു അമ്മാവനെ വീരും അങ്ങോട്ട് തീർത്ത് കളയാണ്. അയാൾ രാഘവന്റെ വലിയച്ഛനായിരുന്നു കേട്ടോ. കൂടെ ഉണ്ടായിരുന്ന രവി എന്നവന്റെ അച്ഛനും കൂടിയായിരുന്നു അയാൾ. ഈ ഗ്യാങ്ങിനൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഗ്യാങ്ങിലുള്ള മുഴുവൻ പേരും പരസ്പരം ബന്ധുക്കളാണ്. ഇപ്പൊ വീരു ട്രെയിനിന്റെ ചെയിൻ വലിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ ചെയിനൊക്കെ അവർ നേരത്തെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് തൂലികയുടെ അനിയത്തി അഹാന മിസ്സിംഗ് ആണെന്ന് അവർ തിരിച്ചറിയുന്നത്. ടോയ്ലറ്റിൽ പോയ അവൾ ഇതുവരെയും തിരികെ വന്നിട്ടില്ല. അവരെല്ലാവരും കൂടി ടോയ്ലറ്റിലൊക്കെ പോയി നോക്കിയെങ്കിലും അവിടെ ഒന്നും അവൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും രാഘവ് തന്റെ കൂട്ടാളികളെയും കൂട്ടി അങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്നു. ഇപ്രാവശ്യം അവർ ഒരുപാട് പേര്. രവിയുടെ അച്ഛൻ കൊല്ലപ്പെട്ടത് രാഘവിന്റെ അച്ഛനെ അറിയിക്കണമെന്ന് ഗ്യാങ്ങിലുള്ളവരുടെ അഭിപ്രായം. എന്നാൽ അച്ഛനെ ആരും ഒന്നും അറിയിക്കേണ്ടതില്ലെന്നും അവരെ രവി തന്നെ തീർത്തുകൊള്ളും. അതിന് നമുക്ക് ആദ്യം താക്കൂറിന്റെ ഫാമിലിയെ പിടിക്കണമെന്നും രാഘവ് പറയാണ്. അവന്റെ വാക്കും കേട്ട് താക്കൂറിന്റെ ഫാമിലിയെ തീർക്കാൻ പുറപ്പെട്ട രവിയെയും ടീമിനെയും കാത്തിരിക്കുകയായിരുന്നു കേട്ടോ റാത്തോടും വീരുവും. പിന്നീട് അവിടെ നടന്നത് പൊരിഞ്ഞൊരടിയായിരുന്നു. രവിക്കും ഗ്യാങ്ങിനും ഒരിക്കൽ പോലും റാത്തോടിനോ വീരുവിനോ വെല്ലുവിളി സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ചെക്കന്മാർ ഒരേ പൊളിയല്ലേ. എന്നാൽ അപ്പോഴേക്കും രാഘവും ബാക്കി ടീംസും അങ്ങോട്ട് എത്തിയിരുന്നു കേട്ടോ. ട്രെയിനിൽ കയറിയ ഉടനെ രാഘവ് ഒരു കൊച്ചിനെ കൊഞ്ചിച്ചിരുന്നില്ലേ, അവനെ കത്തിമുന്നിൽ നിർത്തി റാത്തോടിനെയും വീരുവിനെയും ഭീഷണിപ്പെടുത്താണ്. താക്കൂർ എവിടെയാണെന്ന് പറഞ്ഞാൽ കുട്ടിയെ വെറുതെ വിടാം, അതല്ലെങ്കിൽ അവന്റെ കഴുത്തറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പൊ കുട്ടിയെ വെറുതെ വിടെന്ന് പറഞ്ഞ് പതിയെ രാഘവിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന വീരുവിന്റെ നേരെ പൊട്ടുന്നതിനെ ഇപ്പൊ രാഘവ് വെടിയുതിർക്കാണ്. അത് വീരുവിന്റെ ഷോൾഡറിൽ തന്നെ കൊള്ളുന്നുണ്ട്. കുറച്ചു നേരം ഒഴിഞ്ഞു നിന്ന് അടി വീണ്ടും ആരംഭിക്കാണ്. ഇതിനിടയിൽ രാഘവ് വീരുവിന്റെ ഷോൾഡറിൽ വെടികൊണ്ട സ്ഥലത്ത് തന്നെ കത്തിക്കൊണ്ട് വീണ്ടും കുത്തി പരിക്കേൽപ്പിക്കുന്നു. എന്നിട്ട് അവനെയും കൊണ്ട് ആ ഒരു കോച്ചിൽ നിന്നും റാത്തോടിന്റെ കൺമുന്നിൽ നിന്നും മറയാണ് രാഘവ് കേട്ടോ. ഇതേ സമയം തന്നെ രവിയെ അടിച്ചവശനാക്കി വലിച്ചു കൊണ്ടുപോയി അവനെ ബന്ദിയാക്കി വെക്കാണ് റാത്തോട്. അപ്പോഴൊക്കെ അങ്ങോട്ടേക്ക് തൂലികയും അച്ഛനും എത്തുന്നുണ്ട്. ശേഷം 3 പേരും കൂടി രവിയെ തല മാത്രം പുറത്തേക്ക് വരുന്ന രീതിയിൽ ട്രെയിനിന്റെ ഡോറിൽ കെട്ടിവെക്കാണ്. അവന്റെ കൂടെ എത്ര പേരുണ്ട്, ഏതൊക്കെ ബോഗികളാണ് എന്നുള്ളതെല്ലാം റാത്തോട് അവനിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. B1, A1, A2, A3 എന്നിങ്ങനെ 4 ബോഗികളായി 36 പേരുടെ കൊള്ളസംഘമാണ് ഇപ്പോൾ ട്രെയിനിനകത്തുള്ളത്. ഇതേസമയം B1 കോച്ചിലാണ് അഹാനയുള്ളത് കേട്ടോ. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ വീരുവിനെയും കൂട്ടി രാഘവ് വന്നിട്ടുള്ളത്. രവിയെ കാണാനില്ലാത്തത് കൊണ്ട് തന്നെ ഗ്യാങ്ങിലെ മറ്റുള്ളവർ നടന്ന കാര്യങ്ങളെല്ലാം രാഘവന്റെ അച്ഛനെ വിളിച്ചറിയിക്കാൻ. അതിന് പിന്നാലെ ട്രെയിൻ സ്ലോ ആകുന്നു. അപകടം മണത്ത റാത്തോട് ഉടനെ തന്നെ രവിയെ ഡോറിന്റെ അടുത്ത് നിന്നും മാറ്റാട്ടോ. കൊള്ളസംഘത്തിന്റെ പ്ലാൻ പ്രകാരം കൊള്ള നടത്തിയതിനു ശേഷം ഇറങ്ങേണ്ട റെയിൽവേ ക്രോസിൽ നിന്നും രാഘവിന്റെ അച്ഛനും മറ്റു കൂട്ടാളികളും ട്രെയിനിൽ കയറേണ്ട അവസ്ഥയാണിപ്പോ. അങ്ങനെ വീണ്ടും ഒരു 6 പേര് കൂടി ട്രെയിനിനകത്തേക്ക്. അതിൽ പ്രധാനികൾ രാഘവിന്റെ അച്ഛൻ ബെന്നിയും സിദ്ധു എന്ന മറ്റൊരുത്തനുമാണ്. ബെന്നിയുടെ ചേട്ടനെ, അതായത് രവിയുടെ അച്ഛനെ കൊന്ന വീരുവിനെ ബെന്നി ഇപ്പൊ ഇടിച്ച് പഞ്ചറാക്കട്ടോ. എന്നിട്ട് അയാളുടെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. രാഘവിന്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് വീരുവിനെ വെടിവെച്ച് കൊല്ലാനായിരുന്നു അയാളുടെ അടുത്ത ലക്ഷ്യം. എന്നാൽ വീരുവിനെ എപ്പോഴേ കൊല്ലാമായിരുന്നെന്നും രവിയെ റാത്തോട് അവിടെ പിടിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ രാഘവ അച്ഛനെ അറിയിക്കുകയാണ്. ബെന്നിയുടെ ചേട്ടൻ മരിക്കാനും ഇന്നത്തെ പ്ലാൻ പാളിപ്പോകാനും കാരണം താക്കൂറാണെന്നും അയാളെ സഹായിക്കാൻ
വീരുവിന്റെ കൂടെ റാത്തോടുള്ളതും ഇവരുടെ ഫൈറ്റിംഗ് കണ്ടിട്ട് ഇവർ പട്ടാളക്കാരാണെന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി രാഘവ് ബെന്നിയെ അറിയിക്കാണ്. ഇവരോട് തിരിച്ചടിക്കണമെങ്കിൽ ധോണിയെ പോലെ ചിന്തിക്കണമെന്നാണ് രാഘവ് പറയുന്നത്. അത്രയ്ക്ക് ബുദ്ധിപരമായി കരുക്കൾ നീക്കിയാൽ മാത്രമേ റാത്തോഡിനെ പരാജയപ്പെടുത്താനാകൂ എന്നവന് മനസ്സിലായിട്ടുണ്ട്. ശേഷം അവന്റെ മുന്നിൽ പെടാതിരിക്കാൻ ട്രെയിനിന്റെ മുകളിലൂടെ അവരിയ്ക്കുന്ന ആ ഒരു ബോഗിയിലേക്ക് പോവാണ് രാഘവ്. ഇതേ സമയം തന്നെ ട്രെയിൻ വീണ്ടും മൂവായതോടെ രവിയെ വീണ്ടും ഡോറിനടുത്തേക്ക് കെട്ടിവെക്കാണ് റാത്തോഡ്. ശേഷം തൂലികയുടെ കയ്യിൽ ഒരു കത്തിയും കൊടുക്കുന്നു അവരുടെ രക്ഷയ്ക്ക്. അത് വാങ്ങിച്ചതിന് ശേഷം അഹാനയെ തിരികെ എത്തിക്കാൻ അവനോട് ആവശ്യപ്പെടാണ് അവൾ. കാരണം അനിയത്തി അവൾക്ക് ജീവനായിരുന്നു. അത് മനസ്സിലാക്കിയ അവൻ അവൾക്ക് വാക്കു കൊടുക്കാണ്. അഹാനയെ തിരികെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ പോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന താക്കൂറിന് ഇവരുടെ പ്രണയത്തെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇതേ സമയം കൊള്ളസംഘം ഒളിച്ചിരിക്കുന്ന ബോഗിയിലേക്ക് ഒറ്റക്ക് കയറിയ റാത്തോട് അവരെല്ലാം ഓരോന്നായി അടിച്ചു വീഴ്ത്താൻ തുടങ്ങി. അവന്റെ ഫൈറ്റ് സ്കില്ലിന് മുമ്പിൽ ആ ഗ്യാങ്ങിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് അവൻ ചവിട്ടിട്ട് നിലത്ത് വീഴുന്നു. സിദ്ധുവിന്റെ എൻട്രി. അത്യാവശ്യം നല്ല ബോഡിയും മസിൽസും ഉള്ള സിദ്ധു റാത്തോഡിനൊരു ഒത്ത എതിരാളിയായിരുന്നു. സിദ്ധുവിന്റെ പവറിന് മുന്നിൽ അവസാനം റാത്തോട് അടയോ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവനെ അടിച്ചവശനാക്കി കഴുത്തിൽ ചങ്ങലിട്ട് വലിച്ചഴിച്ച് ബെന്നിയുടെ അടുത്ത് കൊണ്ടുപോയിട്ടാണ്. അവനെ കയ്യിൽ കിട്ടിയതോടെ ബെന്നിയും അവനെ പെരുമാറാൻ തുടങ്ങി. ഈ സമയം അവിടെ ബന്ദിയാക്കപ്പെട്ടിരുന്ന വീരു തന്ത്രപരമായി തന്നെ ഒരുത്തന്റെ കയ്യിൽ നിന്നും അരിവാൾ സ്വന്തം കയ്യിലാക്കുന്നു. എന്നിട്ട് കൊള്ളസംഘത്തിലുള്ളവരെ ആക്രമിക്കാൻ തുടങ്ങി. ഉടനെ ബെന്നിയും സിദ്ധുവുമെല്ലാം വീരുവിനെതിരെ തിരിഞ്ഞു. ഇതിനിടയിൽ ബെന്നി വീരുവിനെ കൊല്ലുമെന്ന അവസ്ഥയിൽ നേരത്തെ പരിചയപ്പെട്ട ഇരട്ടക്കുട്ടികളിൽ സുഹൈൽ ബെന്നിയെ കയറി തടയുന്നു. അതോടെ ആരിഫും സുഹൈലിനെ സഹായിക്കാനെത്തുന്നു. എന്നാൽ അപ്പോഴേക്കും സിദ്ധു അങ്ങോട്ടേക്ക് വന്നിട്ട് ആരിഫിനെ കൊന്നു. സഹോദരൻ മരിച്ചു കിടക്കുന്ന വിഷമത്തിലും ദേഷ്യത്തിലും സിദ്ധുവിനെ അടിക്കാൻ തുനിഞ്ഞ സുഹൈലിനുണ്ടോ അതിന് സാധിക്കുന്നു. അവനിക്ക് ആരിഫിന്റെ ഗതിയാകുമെന്ന് മനസ്സിലാക്കിയ റാത്തോട് വീണ്ടും എഴുന്നേൽക്കുന്നു. എന്നാൽ ഇത്രയും പേരോട് പൊരുതി അവശനായ അവന് സിദ്ധുവിനെ തടയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. റാത്തോടിന്റെ കഴുത്തിൽ തന്നെ സിദ്ധു പിടുത്തമിട്ടു. അവസാനം എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ സിദ്ധുവിന്റെ വിരലുകൾ ഒടിച്ചാണ് അതിൽ നിന്ന് റാത്തോട് രക്ഷപ്പെട്ടത്. ഇതേ സമയം രവിയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടെത്തിയ രാഘവ് ഇപ്പോ തൂലികയും അച്ഛനും കാണാതെ ആ ഒരു ബോഗിക്കുള്ളിലേക്ക് രവിയെയും കൂട്ടി ഇടിച്ചു കയറുകയാണ്. രവിയെ സ്വതന്ത്രനാക്കിയ ശേഷം കത്തിയുമായി തൂലികയുടെ നേരെ നടന്നെടുത്ത രാഘവനെ തടയാൻ ശ്രമിക്കുകയാണ് താക്കൂർ. പക്ഷെ അയാൾക്കും അവനെ തടയാൻ കഴിഞ്ഞില്ല. കൂട്ടിന് രവിയും ചേർന്നതോടെ കാര്യങ്ങൾ രാഘവന് എളുപ്പമായി. എന്നാൽ അപ്പോഴേക്ക് ഷട്ടർ തുറന്ന് അവൾ ഓടി. അങ്ങനെ അവൾ A1 ബോഗിയും കടന്ന് B1 ബോഗിയുടെ ഡോറിനടുത്തെത്തി. അവിടെയാണെങ്കിലോ ബെന്നിയും സംഘവും വീണ്ടും റാത്തോടിനെയും വീരുവിനെയൊക്കെ കീഴടക്കിയിരിക്കുന്നു. കൈവിരലുകൾ എല്ല് പൊട്ടിയിട്ടും സിദ്ധുവിന്റെ പവറിന് ഇപ്പോഴൊരു കുറവില്ലട്ടോ. ഇതൊക്കെ കണ്ട് അപ്പുറത്ത് സ്റ്റക്കായി നിൽക്കുകയാണ് നമ്മുടെ തൂലിക. അപ്പോഴേക്ക് രാഘവും അവളുടെ അടുത്തെത്തിയിരുന്നു. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ തൂലിക അവനെ ആക്രമിക്കുകയാണ്. എന്നാൽ ഫൈറ്റും മറ്റും വഴക്കമില്ലാത്ത തൂലികയുടെ കയ്യിൽ നിന്നും കത്തിപ്പോ താഴെ പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കത്തി തിരികെ എടുത്ത് രാഘവനെ പരിക്കേൽപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞു. എന്നാൽ ശരീരം മുറിഞ്ഞ രാഘവ് പൊടുന്നനെ ഒരു ചെകുത്താനായി മാറാൻ കേട്ടോ. അവളുടെ വയറ്റത്ത് കത്തി കുത്തിയിറക്കുന്ന രാഘവ് കലിയടങ്ങാത്തവൻ അവളുടെ പിറകിലും പിന്നീട് കഴുത്തിലും കത്തി കുത്തിയിറക്കുന്നു. അവസാനം ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ ഈ യാതൊന്നും ചെയ്യാൻ കഴിയാതെ ഇതെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ റാത്തോടിന് കഴിഞ്ഞുള്ളൂ. പിന്നീട് താക്കൂറിന്റെ ഫാമിലിയെ കണ്ടെത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഒരു അമ്മാവനോട് ആവശ്യപ്പെടുന്നുണ്ട് രാഘവ്. ഈ അമ്മാവൻ സിദ്ധുവിന്റെ അച്ഛനാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ഗ്യാങ് മുഴുവനും പരസ്പര ബന്ധുക്കളാണ്. ശേഷം പിടിച്ചു വെച്ചിട്ടുള്ള റാത്തോടിനെയും വീരുവിനെയും സുഹേലിനെയും ഒക്കെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയാൻ പറഞ്ഞിട്ട് സിദ്ധുവും കുറച്ചു പേരും കൂടി B1 ബെന്നിയുടെ അടുത്തേക്ക് പോവാണ്. ഈ സമയം ബോഗിയുടെ ഗ്ലാസിൽ രക്തത്തിൽ കുതിർന്ന തൂലികയുടെ കൈപ്പാടുകൾ കണ്ടതോടെ റാത്തോടിന്റെ മനസ്സിൽ തൂലികയുടെ ഓർമ്മകൾ നിറയുന്നു. അവളുമായുള്ള മനോഹര നിമിഷങ്ങൾ അവന്റെ മനസ്സിലൂടെ മിന്നിമറയുന്നു. ഇനി ഈ ലോകത്ത് അവളില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിൽ പതിഞ്ഞതോടെ അവന്റെ സമനില തന്നെ തെറ്റുന്നു. പിന്നീട് അവൻ എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് അവന് തന്നെ നിശ്ചയമുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ക്രൂരമായിട്ട് മൃഗീയമായിട്ടാണ് അവൻ ആ കൊള്ളസംഘത്തിലെ ഓരോരുത്തരെയും കൊന്നു തള്ളിയത്. ഇതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കാനിട്ട് വീരും സുഹൈലും അവർ ഇതുവരെ കണ്ട ഒരാളെ ആയിരുന്നില്ല ഇപ്പോഴത്തെ റാത്തോട്. ശരിക്കും ഒരു രാക്ഷസനെ പോലെയാണ് അവനിപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുത്തിന്റെ തല അടിച്ച് പൊട്ടിച്ചിട്ട് തലച്ചോറ് വേർപ്പെടുന്നത്ര വരെ കൊടൂരമായാണ് അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ രാഘവും രവിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അതിനുശേഷം താക്കൂറിനെയും ഫാമിലിയെയും പിടിക്കാൻ പോയവരുടെ അടുത്തേക്കാണ് റാത്തോട് അടുത്തതായി പോയത്. അവിടെയും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല കേട്ടോ. മൃഗീയമായി തന്നെ അവിടെയുള്ളവരെയും അവൻ കൊന്നുകളയാണ്. അവരിൽ സിദ്ധുവിന്റെ അച്ഛനും ഉണ്ടായിരുന്നല്ലോ. അയാളുടെ വായക്കുള്ളിലേക്ക് കത്തിയെറിഞ്ഞാണ് റാത്തോട് അയാളെ കൊന്നത്. ഇതേസമയം B1 ബോഗിൽ കൊള്ള മുതൽ ബാഗുകളിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബെന്നിയുടെയും കുട്ടിയുടെ അടുത്തേക്ക് ഇപ്പോൾ രാഘവും രവിയും എത്തിയിട്ടുണ്ട്. അവിടെ റാത്തോടിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം അവർ ബെന്നിയെ അറിയിക്കുകയാണ്. അവൻ ഗ്യാങ്ങിലെ എല്ലാവരെയും തീർത്തു കളയാണെന്നുള്ള സത്യം മനസ്സിലാക്കിയ ബെന്നി രാഘവന്റെ നേരെ തിരിയുന്നു. അവനാണല്ലോ എല്ലാത്തിനും കാരണം. അവൻ തൂലികയുടെ കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ടാണല്ലോ, അവളെ കൊന്നത് കൊണ്ടാണല്ലോ കാര്യങ്ങൾ ഇത്രയും വഷളായത്. ബൽദിയോ സിംഗ് താക്കൂറിന്റെ മകളെയാണ് രാഘവ് കൊന്നിട്ടുള്ളത്. ഇവർക്കൊരിക്കലും ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാലും താക്കൂറിന്റെ സ്വാധീനം വെച്ചയാൾ ഇവരെ പൂട്ടുമെന്ന കാര്യം ഉറപ്പ്. ഇനി എല്ലാവരെയും കൊല്ലാതെ രക്ഷയില്ലെന്നാണ് ബെന്നി പറയുന്നത്. എന്നാൽ അച്ഛനും മകനും വീണ്ടും തർക്കിക്കാൻ കേട്ടോ. താക്കൂറിനെയും ഫാമിലിയെയും കൊല്ലാൻ സമ്മതിക്കില്ലെന്നും അവരെ വെച്ച് താക്കൂറിനോട് വിലപേശാനും ഉറച്ചു നിൽക്കാണ് രാഘവ്. താക്കൂർ കാരണം ഒരുപാട് പേർ ഇപ്പോൾ മരിച്ചു. അതിനുള്ള നഷ്ടപരിഹാരം അയാളിൽ നിന്ന് തന്നെ ഈടാക്കണമെന്നാണ് രാഘവ് പറയുന്നത്. ഇതേസമയം A3 കോച്ചിലേക്ക് തിരിച്ചെത്തിയ താക്കൂറിനോടും മറ്റുള്ളവരോടും
തൂലികയുടെ അമ്മ ആനയെ കണ്ടെത്തിയൊന്ന് തിരക്കാണ്. അപ്പോഴേക്കും അയാൾ ഉള്ളിൽ അടക്കി വെച്ച് സങ്കടം മുഴുവൻ പുറത്തു വരാൻ തുടങ്ങി. അപ്പോഴാണ് ഇവരുടെ കൂടെ തൂലിക ഇല്ലെന്നുള്ളത് അമ്മയും മുത്തശ്ശിയൊക്കെ ശ്രദ്ധിക്കുന്നത്. അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ താക്കൂറിന് ഒന്നും വിളിക്കാനുണ്ടായിരുന്നില്ല. തൂലിക കൊല്ലപ്പെട്ടതും അവളെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതും എല്ലാം അയാൾ അവരോട് തുറന്നു പറയാണ്. ഇത് കേട്ട് ഷോക്കായി അലറിക്കരയുന്ന അവരുടെ കൂടെ നമ്മളും അറിയാതെ കരഞ്ഞു പോകും. അത്രയ്ക്ക് ഹൃദയം നുറുങ്ങുന്നതായിരുന്നു ആ രംഗങ്ങൾ. ഇതെല്ലാം കണ്ടുനിന്ന് റാത്തോടിനും തന്റെ സങ്കടം സഹിക്കാനായില്ല. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തൂലിക അവനോട് സംസാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ അവന്റെ മനസ്സിലേക്ക് ഓടിയെത്താണ്. അതായത് ആന തൂലികയുടെ ജീവനാണെന്നും അവളെ കണ്ടെത്തി തിരികെ കൊണ്ടുവരണമെന്നും. ഇപ്പൊ രാഘവ് നേരത്തെ ട്രെയിനിന് മുകളിലൂടെ വന്ന് തൂലികയുള്ള ബോഗിയിലേക്ക് കയറാൻ ഉപയോഗിച്ച ആ ഒരു കയറുണ്ടല്ലോ, അത് റാത്തോടിന്റെ ശ്രദ്ധയിൽപ്പെട്ടാണ്. ആ കയർ അവിടെ ഡോറിൽ കെട്ടിവെക്കുമ്പോഴാണ് വീരു അങ്ങോട്ടേക്ക് വരുന്നത്. നീ എന്തിനുള്ള പുറപ്പാടാടാ? നമുക്ക് അത്രയും പേരോട് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല. അവർ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിക്കോളും. അതല്ല അവരോട് ഫൈറ്റ് ചെയ്ത് മതിയാകും എന്നാണെങ്കിൽ ഞാനും വരാമെന്ന് വീരു പറയാണ്. എന്നാൽ റാത്തോടിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു കേട്ടോ. അഹാനയെ തിരികെ കൊണ്ടുവരാമെന്ന് തൂലികയ്ക്ക് ഞാൻ വാക്കുകൊടുത്തതാണ്. അവൾ തൂലികയുടെ അനിയത്തിയാണെന്ന് കണ്ടെത്തിയാൽ അവരവളെ വെറുതെ വിടില്ല. പിന്നെ നീ ഇവിടെ വേണം. തൂലികയെ നഷ്ടപ്പെട്ടത് എനിക്ക്, ഇനി നിന്നെ നഷ്ടപ്പെടാനാവില്ല. നീ പറഞ്ഞതുപോലെ അവർ ഈ ട്രെയിനിൽ നിന്നും ഇറങ്ങിയേക്കും. പക്ഷെ അത് ശവമായിട്ടായിരിക്കും. ഇതേ സമയം B1 ബോഗിൽ റാത്തോടിന്റെയും വീരുവിന്റെയും കൂടെ ആരൊക്കെ വന്നിട്ടുണ്ടെന്നറിയാൻ ഓരോ യാത്രക്കാരെയും ചോദ്യം ചെയ്യാണ് രാഘവും ടീമും. ചുമ്മാതെ അങ്ങനെ ചോദിക്കുകയല്ല കേട്ടോ, അവരൊക്കെ മർദ്ദിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഈ കൂട്ടത്തിൽ നമ്മുടെ അഹാനയും ഉണ്ട്. എന്നാൽ ഇതൊക്കെ വെറുതെ സമയം കളയാനല്ലാതെ ഉപകരിക്കില്ലെന്നാണ് ബെന്നി പറയുന്നത്. ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിനായി ഗ്യാങ്ങിലുള്ള 2 പേരെ യാത്രക്കാരുടെ കൂടെ യാത്രക്കാരിൽ പെട്ടവരായി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ബർത്തിലുള്ളവർ അവിടുന്ന് കൊള്ളസംഘം അറിയാതെ രക്ഷപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നു. ഇതേസമയം കയ്യിൽ ആയുധങ്ങളൊന്നും ശേഷിക്കാത്തതിനാൽ ഓരോ യാത്രക്കാരുടെയും ബാഗുകൾ ചെക്ക് ചെയ്തിട്ട് ഉപകാരപ്പെടുന്ന വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് റാത്തോട്. അങ്ങനെ വല്ലവന് പുല്ലും ആയുധം എന്ന് പറഞ്ഞതുപോലെ ഒരു സ്പ്രേ കുപ്പിയും സിഗാർ ലൈറ്റും കിട്ടുന്നുണ്ട്. ഇതേസമയം കൊള്ളസംഘത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്നവരെ റാത്തോട് പിടികൂടുന്നു. എന്നാൽ ഓടി വന്നവരാണ് സാധാരണ യാത്രക്കാരാണെന്നറിഞ്ഞതോടെ അവരെയും ബാക്കിയുള്ള സുരക്ഷിതരായ യാത്രക്കാരുടെ ബോഗിക്കുള്ളിലേക്ക് കയറ്റിവിടുന്നു. അതിൽ 2 പേർ കൊള്ളസംഘത്തിൽപ്പെട്ടവരാണെന്നറിയാതെ. എന്നാലിപ്പോൾ ഒരുത്തന്റെ കൈവശം തോക്കുള്ളത് സുഹേലിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും മറ്റവൻ റാത്തോടിനെ കുത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അതിലൊന്നും പതറാതെ ഒരുത്തനെ തീർത്തിട്ട് മറ്റവനെ പാതി ജീവനോടെ ഗ്യാങ്ങിന്റെ അടുത്തേക്ക് തിരിച്ചയക്കുന്ന റാത്തോട്. നിന്റെ തന്തയോടൊക്കെ പോയി പറഞ്ഞേക്ക് റാത്തോട് വരുന്നുണ്ടെന്ന്. ഗ്യാങ്ങിന്റെ അടുത്ത് തിരികെ എത്തിയ അവൻ, രഞ്ജൻ അതാണ് അവന്റെ പേര്, റാത്തോട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അവരെല്ലാവരും അറിയിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ അവൻ മരിച്ചു വീഴുന്നു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും ഭയപ്പെടാൻ തുടങ്ങി. അവരെല്ലാവരും രാഘവനെ കുറ്റപ്പെടുത്താനും തള്ളിപ്പറയാനും തുടങ്ങി. വാക്കുതർക്കം പിന്നീട് കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. ഗ്യാങ്ങിനുള്ളിൽ തമ്മിൽ തല്ല് തുടങ്ങിയതോടെ ബെന്നി ഇടപെടുന്നു. താക്കൂർ ഈ ട്രെയിനിൽ ഒരു സാധാരണ യാത്രക്കാരൻ മാത്രമായിരിക്കാം. ഇവിടെ റാത്തോടിന്റെ സഹായമില്ലായിരുന്നെങ്കിൽ അയാൾ തീർത്തും നിസ്സഹായനാണ്. എന്നാൽ അയാൾ പുറത്തെത്തിയാൽ അവരെ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് കൊല്ലിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇവരെല്ലാം കൊല്ലാതെ ഇനി ഇതിൽ നിന്നും രക്ഷയില്ലെന്ന കാര്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താനും ബെന്നിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതേസമയം കയ്യിൽ കിട്ടിയ സ്പ്രേ കൊണ്ട് തന്റെ മുറിവ് സ്വയം ചികിത്സിച്ച ശേഷം രാഘവ് വന്ന അതേ തന്ത്രത്തിൽ ട്രെയിനിന് മുകളിലൂടെ കൊള്ളസംഘത്തിന്റെ അടുത്തേക്ക് പോവാണ് റാത്തോട്. ഈ നീക്കം തീർച്ചയായും ആ ഗ്യാങ് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അവരാണെങ്കിൽ ഇപ്പോൾ അഹാന അടക്കമുള്ള യാത്രക്കാരെ കത്തിമുനയിൽ നിർത്തിക്കൊണ്ട് റാത്തോടിന്റെ അടുത്തേക്കും പോവുകയാണ്. എന്നാൽ ഏറ്റവും ബോഗിയിലെത്തിയ അവരവിടെ തരിച്ചു നിൽക്കാൻ കേട്ടോ. അവരുടെ അലർച്ച കേട്ട് ഓടിയെത്തിയ രാഘവും ബെന്നിയും അതേ അവസ്ഥയിൽ തന്നെ തരിച്ചു നിൽക്കുകയാണ്. കാരണം എന്തെന്നോ, അവരുടെ ഗ്യാങ്ങിൽ നിന്നും റാത്തോട് ഇതുവരെ കൊന്നിട്ടുള്ള എല്ലാവരെയും ആ ഒരു ബോഗിക്കുള്ളിലേക്ക് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. മാനസികമായി കൊള്ളസംഘത്തെ തകർക്കാനുള്ള ഒരു സൈക്കോ മൂവായിരുന്നത്. ഇതിൽ അവൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു ഗ്യാങ്ങിന്റെ ഇപ്പോഴത്തെ റിയാക്ഷൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതിൽ സിദ്ധുവിന്റെ അച്ഛനെയും കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര നേരം ഇരട്ടച്ചങ്കോടെ നിന്ന സിദ്ധുവും രാഘവും ബെന്നിയും ഒക്കെ ഇതുകൂടി കണ്ടതോടെ ആകെ തളർന്നിട്ടുണ്ട്. ഇതിനിടയിൽ ട്രെയിനിന് മുകളിൽ നിന്നും അകത്തേക്ക് കയറാൻ നോക്കുന്നതിനിടയിൽ കയറ് പൊട്ടി താഴെ വീഴാൻ കേട്ടോ റാത്തോട്. എന്നാൽ പട്ടാളക്കാരനായിരുന്ന അവന്റെ മനോധൈര്യത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിക്കുകളൊന്നുമില്ലാതെ അകത്ത് കയറാൻ അവന് സാധിക്കുന്നുമുണ്ട്. എന്നിട്ട് ആ ഒരു ബോഗിയിൽ കാവൽ നിൽക്കുന്ന 2 പേരെ നിഷ്പ്രയാസം അവൻ തീർത്തു കളയുന്നു. അതും നേരത്തെ പോലെ കൊടൂരമായിട്ട് തന്നെ. എന്നിട്ട് അവൻ B1 ബോഗിയിലെത്തിയിട്ട് അഹാനയെ കുറിച്ച് എല്ലാവരോടും അന്വേഷിക്കുകയാണ്. ഇതേ ബോഗിയിൽ തന്നെ കൊള്ളസംഘത്തിൽപ്പെട്ട ഒരുത്തനുണ്ട് കേട്ടോ. ഇപ്പോ റാത്തോടിനെ കണ്ട സുഹൈലിന്റെ അമ്മ അവനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവൻ സുരക്ഷിതനായി A3 ഉണ്ടെന്ന് അവൻ അവരെ അറിയിക്കുന്നു. ഇപ്പൊ അഹാനയെ കൊള്ളസംഘം പിടിച്ചു കൊണ്ടുപോയ കാര്യം ഒരു യാത്രക്കാരെ റാത്തോടിനെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട റാത്തോട് ഉടനെ തന്നെ യാത്രക്കാരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റാണ്. ഇത് കണ്ട് കാവൽ നിന്നിരുന്ന 2 പേര് അകത്തേക്ക് കയറി വരുന്നു. സ്പോട്ടിൽ നിഷ്കരണം അവരെയും തീർത്ത് കളയാണ് റാത്തോട്. ഇത്രയും നേരം ഇത്രയധികം കൊള്ളക്കാരെ നേരിട്ട് ഇപ്പൊ ഒറ്റക്കായി പോയ റാത്തോടിനെ സഹായിക്കാനേ സുഹൈലിന്റെ ഫാമിലിയും അവനോടൊപ്പം ചേരാണ്. അവരെ പിന്തിരിപ്പിക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും അവരതിന് കൂട്ടാക്കിയില്ല. തങ്ങളെ ബാധിക്കുന്ന കാര്യമില്ലെന്ന് കരുതിയിരുന്നത് കൊണ്ടാണ് ആരിഫിനെ നഷ്ടമായതെന്ന ബോധമാണ് അവരെ ഉണർത്തിയിട്ടുള്ളത്.
ഇപ്പോൾ ഇതുവരെ യാത്രക്കാരുടെ കൂടെ ഉണ്ടായിരുന്ന ഗ്യാങ്ങിൽപ്പെട്ട ആ ഒരുത്തനില്ലേ, അവനും ഇവരുടെ കൂടെ കൂടുകയാണ്. അവൻ ആ കൊള്ള സംഘത്തിലുള്ള ഒരുത്തനാണെന്ന് അറിയാതെ ഇവരവനെ കൂടെ കൂട്ടുന്നു. ഇതേ സമയം വീരുവും സുഹേലും താക്കൂറും കുറച്ച് തുണികളൊക്കെ ഡോറിനടുത്ത് കൂട്ടിയിട്ട് കത്തിക്കട്ടോ. തൊട്ടടുത്ത് വരുന്ന സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ഈ ഒരു തീ കണ്ടിട്ട് ലോക്കോ പൈലറ്റിന് വിവരം അറിയിക്കുന്നു. ഇതുവരെ ട്രെയിനിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയാതെ പൈലറ്റ് കോച്ചിൽ വിശ്രമിക്കുകയായിരുന്ന ലോക്കോ പൈലറ്റ് 2 പോലീസുകാരും ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങുന്നു. ഈ സമയം ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തി കൊള്ളമുതലുമായി അവിടെ നിറങ്ങാനാണ് ആ ഒരു ഗ്യാങ്ങിന്റെ പ്ലാന്. അത് പ്രകാരം ട്രെയിൻ ഇപ്പോൾ സ്ലോ ആയതോടെ രാഘവ് അടക്കം 4 പേര് ഇറങ്ങിയപ്പോഴേക്ക് പോലീസ് അവിടെ എത്തി രാഘവിനും സംഘത്തിനും നേരെ വെടിയുതിർക്കാണ്. വെടി കൊള്ളാതെ രാഘവ് ഓടി ഒളിക്കുന്നുണ്ട്. ഇതോടെ ആ ഗ്യാങ്ങിന്റെ പദ്ധതികൾ വീണ്ടും പാളിപ്പോവാട്ടോ. ട്രെയിൻ ഇപ്പോൾ വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷനിൽ എന്തായാലും പോലീസ് വളഞ്ഞിട്ടുണ്ടാവും. ഇനി രക്ഷയില്ലെന്ന് ബെന്നിക്ക് മനസ്സിലായിട്ടുമുണ്ട്. എന്നാൽ രാഘവിന് അച്ഛനെയും ഗ്യാങ്ങിലെ ബാക്കിയുള്ളവരെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുമായിരുന്നില്ല. അവൻ വീണ്ടും ട്രെയിനിലേക്ക് ഓടിക്കയറാണ്. ഇതേസമയം റാത്തോടും സുഹേലിന്റെ ഫാമിലിയും ചേർന്ന് ഓരോ ബോഗിക്കും മുന്നിൽ കാവൽ നിൽക്കുന്നവരെ തന്ത്രപരമായി വിളിച്ചു വരുത്തിക്കൊണ്ട് ക്രൂരമായി തന്നെ തീർത്തു കളയാണ് കേട്ടോ. ഇപ്പൊ കയ്യിൽ ആയുധമില്ലാത്തതിനാൽ ഗ്യാങ്ങിൽപ്പെട്ട ഒരുത്തന് ട്രെയിനിൽ സൂക്ഷിക്കുന്ന എമർജൻസി എക്സിറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ചുറ്റികണ്ടല്ലോ, അത് ആയുധമായി നൽകുന്നുണ്ട് റാത്തോട്. ഇപ്പൊ അങ്ങോട്ടേക്ക് സിദ്ധുവും കടന്നു വരികയാണ്. പിന്നീട് അങ്ങോട്ട് നേരത്തെ കണ്ടതുപോലെ തുല്യമായ ഒരു പോരാട്ടമായിരുന്നു നടന്നത്. അവസാനം റാത്തോടിനെ ട്രെയിനിൽ നിന്നും വീഴ്ത്താൻ ശ്രമിച്ച സിദ്ധുവിനെ ആക്രമിച്ചുകൊണ്ട് റാത്തോടിന്റെ സഹായത്തിനെത്തുകയാണ് സുഹേലിന്റെ ഫാമിലി. അവസാനം ആ ഗ്യാങ്ങിൽപ്പെട്ടവന്റെ കയ്യിൽ നിന്നും ചുറ്റിക വാങ്ങി സിദ്ധുവിന്റെ മൂർത്താവിൽ തന്നെ അടിക്കുകയാണ് സുഹേലിന്റെ അമ്മ. മകനെ കൊന്നതിന്റെ പക മനസ്സിലുള്ളവർ കലിയടങ്ങാതെ തലയിൽ തറച്ചു നിൽക്കുന്ന ചുറ്റികയിൽ ആഞ്ഞടിച്ചുകൊണ്ട് ചുറ്റിക തലക്കകത്തേക്ക് അടിച്ചു കയറ്റി ക്രൂരമായി തന്നെ കൊല്ലാണ്. ഇതുവരെ കൊന്നതിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു നിമിഷമായിരുന്നു ഇത്. കാരണം കൊള്ളസംഘത്തിലെ കരുത്തനായിരുന്നല്ലോ ഈ സിദ്ധു. അവനെ തിരക്കി വന്ന ഒരുത്തൻ ഈ കാഴ്ച കണ്ട് പേടിച്ച് ബെന്നിയെ ചെന്ന് വിവരം അറിയിക്കുകയാണ്. അവിടെ ചെന്ന് നോക്കിയ ബെന്നിയും രവിയുമൊക്കെ പേടിച്ചരണ്ടിട്ടുണ്ട്. ഇവർ കൊല്ലുന്നതിന്റെ ഒരു 100 ഇരട്ടി മൃഗീയമായിട്ടാണ് കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാഘവിന്റെ കൂടെ ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. എല്ലാം മതിയാക്കി ഇനിയെങ്കിലും ട്രെയിനിൽ നിന്ന് ഇറങ്ങാമെന്ന് എല്ലാവരും പറയാണ്. എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ബെന്നി തയ്യാറായിരുന്നില്ല. അയാൾ യാത്രക്കാരെയും കൊണ്ട് അടുത്ത ബോഗിയിലേക്ക് കയറാണ്. അതിനകത്ത് മുഴുവൻ ഇരുട്ടായിരുന്നു കേട്ടോ. ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് റാത്തോട് അവർക്കായി കാത്തിരിക്കുകയായിരുന്നു. അതേസമയം അപ്പുറത്ത് പോലീസും വീരുവും ചേർന്ന് ബാക്കിയുള്ളവരൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് അഹാനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയിൽ തീരെ വയ്യാതായ വീരുവിനെ പരിചരിക്കുന്നതിനിടയിൽ അങ്ങോട്ടേക്ക് രാഘവ് വീണ്ടും കയറി വരികയാണ്. യെസ്, ഹി ഈസ് ബാക്ക്. അവൻ വന്നതോടെ പോലീസുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇപ്പോഴാണ് അഹാനയെ താക്കൂർ ചേർത്ത് പിടിച്ചിരിക്കുന്നത് രാഘവ് കാണുന്നത്. അയാളുടെ മകൾ തന്നെയാണ് അഹാന എന്ന് മനസ്സിലാക്കാൻ അതിൽ കൂടുതലൊന്നും രാഘവിന് വേണ്ടി വന്നില്ല. ഒന്നിനെ കൊന്നപ്പോ ഇതാ പകരം മറ്റൊന്നിനെ കിട്ടിയ സന്തോഷമാണ് രാഘവിന്. ഇപ്പോഴാണ് ചേച്ചി കൊല്ലപ്പെട്ട കാര്യം പോലും അഹാന അറിയുന്നത്. അവളുടെ ആ സങ്കടത്തിൽ പോലും ആനന്ദം കണ്ടെത്തുന്ന രാഘവ് ശരിക്കും ഒരു സൈക്കോ തന്നെയല്ലേ. ഇതേസമയം ഇരുട്ട് നിറഞ്ഞ ഒരു ബോഗിക്കുള്ളിൽ റാത്തോടിനെ തിരയുന്ന ബെന്നിയെ കബളിപ്പിച്ചുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ബെന്നിയെ കുത്തിയിട്ടിട്ട് പൊടുന്നതിന് അപ്രത്യക്ഷനാവുകയാണ് റാത്തോട്. അവനെ തിരഞ്ഞു പിറകെ പോയ രവിയുടെ കഴുത്തറുത്ത് മാറ്റുന്നു റാത്തോട്. ഒരുപാട് ക്രൂരമായ പ്രവൃത്തികളാണ് അവനിപ്പോൾ ചെയ്യുന്നതെങ്കിലും ഇതെല്ലാം നമ്മളും ആസ്വദിച്ചു പോകാൻ കേട്ടോ. ഇപ്പോൾ റാത്തോടിനെ സഹായിക്കാനെന്ന പേരിൽ കൂടെ വന്ന ഗ്യാങ്ങിൽ തന്നെ പെട്ട ഒരുത്തനില്ലേ, അവനെ കത്തിമുനയിൽ നിർത്തിക്കൊണ്ട് റാത്തോടിന്റെ ശ്രദ്ധ തിരിക്കുന്നവർ ആ ഗ്യാപ്പിൽ അവൻ അടിച്ച് താഴെ ഇടുന്നു. അതേസമയം മറ്റേ ബോഗിയിൽ താക്കൂറിനെയും മകളെയും രാഘവനിൽ നിന്നും സംരക്ഷിക്കാൻ ഇപ്പോൾ വീരു മാത്രമേ ഉള്ളൂ. അവശനായിരുന്നുവെങ്കിലും പട്ടാള വീര്യം രക്തത്തിലലിഞ്ഞവൻ 1-2 അവിടെ വെച്ച് തന്നെ തീർക്കുന്നു. മാത്രമല്ല രാഘവനെ മുറിവേൽപ്പിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാഘവുമായുള്ള മൽപ്പിടുത്തത്തിൽ അവസാനം തന്റെ മടിയിലിട്ടുകൊണ്ട് വീരുവിന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കാണ് രാഘവ്. അപ്പോഴേക്കും റാത്തോടിനെയും കൂട്ടി ബെന്നിയും സംഘവും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. തന്റെ ഉറ്റ സുഹൃത്ത് കൂടപ്പിറപ്പ് ജീവച്ചമമായി കിടക്കുന്നത് കണ്ട് ഒരിക്കൽ കൂടി അവൻ തളർന്നു പോവാണ്. രാഘവാണെങ്കിൽ വീരുവിനെ കൊന്നത് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അവന്റെ സങ്കടം ഇരട്ടിയാക്കാട്ടോ. എന്നാൽ ഇപ്പോഴും താക്കൂർ ജീവനോടെ ഉള്ളത് കണ്ട ബെന്നി അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ രാഘവ് അയാളെ തടയാണ്. അവർ തമ്മിലുള്ള തർക്കത്തിനിടയിൽ സ്വബോധം നഷ്ടപ്പെട്ട റാത്തോട് വീണ്ടും വേറി പൂണ്ടുകൊണ്ട് അവിടെയുള്ള ഓരോരുത്തരെ തീർക്കാൻ തുടങ്ങി. എതിർക്കാൻ വന്ന രാഘവനെ ചവിട്ടി വീഴ്ത്തിക്കൊണ്ട് അച്ഛൻ ബെന്നിയുടെ വായിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഒരു സ്പ്രേ കുപ്പി ഉണ്ടല്ലോ, അത് അടിച്ചു കയറ്റിയിട്ട് ലൈറ്റർ ഓൺ ചെയ്ത് മുഖത്തേക്ക് എറിയാണ്. ഗോസ്റ്റ് റൈഡറിൽ മാത്രം കണ്ടിട്ടുള്ള തീ പിടിച്ച തലയുമായി അയാൾ അവസാനിക്കുന്നു. രാഘവ് തീ അണക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. പകരം നമുക്ക് കിട്ടിയതോ നെക്സ്റ്റ് ലെവൽ സാറ്റിസ്ഫാക്ഷൻ. ഈ സമയത്തിനിടെ ഗ്യാങ്ങിൽ ബാക്കിയുണ്ടായിരുന്നവരെല്ലാം അതിക്രൂരമായി തന്നെ റാത്തോട് കൊന്നുകളയാണ്. 1-2 പേര് അവന്റെ കൈകൊണ്ട് ചാകുന്നതിലും ഭേദം ആത്മഹത്യയാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിൽ നിന്നും പുറത്തേക്കെടുത്ത് ചാടുകയും ചെയ്തു. ഇനി രാഘവ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഫേസ് ടു ഫേസ് ആരംഭിക്കാൻ പോവാൻ കേട്ടോ. ഇത്രയും പേരെ നിഷ്ഠൂരം കൊന്നൊടുക്കിയത് കണ്ട രാഘവ് പോലും അതിശയിച്ച് നിൽക്കുകയാണ്. ആരെങ്കിലും ഇങ്ങനെയൊക്കെ കൊല്ലുമോടാ? നിന്റെ 4 ആളുകളെ ഞാൻ കൊന്നുള്ളൂ, പകരം എന്റെ കുടുംബത്തിലെ 40 പേരെ കൊന്നു കളഞ്ഞ നീ രക്ഷകനല്ല, നീ ഒരു രാക്ഷസനാണ്, ഒരു രാക്ഷസൻ. പിന്നീട് അവർ തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നു കേട്ടോ. 2 പേര് കട്ടക്ക് നിന്നു. ഒരു പൊടിക്ക് രാഘവനായിരുന്നു മുൻതൂക്കം. കാരണം ഓൾറെഡി മുറിവ് പറ്റി റാത്തോടിന്റെ ഒരുപാട് രക്തം പോയിട്ടുണ്ട്.
പോരാത്തതിന് ഒരുപാട് ക്ഷീണിതനും ഇപ്പോഴും ഒരുപാട് കുത്തവന് കിട്ടുന്നുമുണ്ട്. അവസാനം അവന്റെ മുതുകിൽ കുത്തിയതിനു ശേഷം തൂലികയും താൻ ഇങ്ങനെയാണ് കൊന്നതെന്ന് പറയാണ് രാഘവ്. ഒരു നിമിഷം അവളുടെ അവസാന നിമിഷങ്ങൾ അവന്റെ മനസ്സിൽ മിന്നിമറയുന്നു. കലി കയറിയ റാത്തോട് ഹാമർ കൊണ്ട് ആദ്യം അവന്റെ കാൽപാദത്തിലും പിന്നീട് മുഖത്ത് മടിച്ച് താഴെയിടുന്നു. ശേഷം അവന്റെ കാലടിച്ചൊടിക്കാണ്. കലി അടങ്ങാതെ അവന്റെ മുഖം ഇടിച്ചിടിച്ച് പഞ്ചറാക്കുന്നു. എത്ര തവണ അവന്റെ മുഖത്തിടിച്ച് എന്ന് എണ്ണാൻ തന്നെ പ്രയാസം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും അഹാനയുടെ മുഖത്തിപ്പോ വന്ന അതേ എക്സ്പ്രഷൻ തന്നെയായിരിക്കും അല്ലെ? അങ്ങനെ ഇപ്പോൾ ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു സംഘം ബറ്റാലിയൻ തമ്പടിച്ചിരുന്നു. അവസാനം അവൻ തൂലികക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നു. അഹാനയെ തിരികെ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വീരുവിന് കൊടുത്ത വാക്കും പാലിച്ചിരിക്കുന്നു. അടുത്ത സ്റ്റേഷനിൽ കൊള്ളസംഘം ഇറങ്ങുന്നത് ശവമായിട്ടായിരിക്കുമെന്ന്. കാര്യങ്ങൾ ശുഭകരമല്ലെങ്കിൽ പോലും തീർന്നു കിട്ടിയതിൽ സന്തോഷിക്കാം. എന്നിരുന്നാലും ഒരു സങ്കടം ബാക്കി. തൂലികയോടൊപ്പമുള്ള ഒരു ജീവിതം. നിന്റെ കൂടെ ജീവിക്കാൻ മരിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം ക്യാപ്റ്റൻ റാത്തോഡ്. ഹായ് മുത്തുമണീസ്, അപ്പോൾ എങ്ങനെ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മടിക്കേണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ പുതിയൊരു കഥയുമായി ഉടനെ തന്നെ വരാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ മല്ലു ഡ്രാഗമൻ.